ബി.ജെ.പിയുടെ പ്രതിനിധി സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം, ഛത്തീസ്ഗഡ് ഞങ്ങളുടെ സംസ്ഥാനമാണ്, ഞങ്ങളുടെ എന്തോ ഒരു തറവാട്ട് സ്വത്താണ് എന്നൊക്കെ നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾക്കൊരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ഉണ്ടോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. ഞങ്ങളവിടെ ദുർബലാണ്, അല്ലെങ്കിൽ ഞങ്ങളവിടെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, പഞ്ചായത്ത് മെമ്പറൊന്നും ഞങ്ങൾക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ ബി.ജെ.പിയുടെ പ്രതിനിധി ആ സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വമൊന്നും വേണ്ടി വരില്ല. അവിടെ ഉള്ള ആളുകൾ അവിടെ നിങ്ങളുടെ ഈ ഭ്രാന്തിനെതിരായിട്ടുള്ള സമരത്തിൽ അണിനിരക്കും. നേരത്തെ സൂചിപ്പിച്ചു, കേരളത്തിലും ഇത്തരം ചില ശ്രമങ്ങൾ നടത്തിയിരുന്നല്ലോ. എന്താ സംഭവിച്ചത്? ക്രിസ്മസ് കരോൾ ഉൾപ്പെടെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്, ക്രിസ്മസ് ആഘോഷം ആക്രമിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഒന്നടങ്കം തെരുവിലിറങ്ങിയിട്ട് അതിനെ പരാജയപ്പെടുത്തി നമ്മൾ കണ്ടിട്ടുണ്ട്. എടപ്പാൾ ഉൾപ്പെടെ നിങ്ങളുടെ എല്ലാം മനസ്സിലിപ്പോഴും ബാക്കി ഉണ്ടാകും. കമ്മ്യൂണിസ്റ്റുകാരൻ അവിടെ ഉണ്ടെങ്കിൽ അത് ചെറുക്കും. അത് കാന്തമാനിൽ കണ്ടതാണ്. കന്യാസ്ത്രീകളെ വേട്ടയാടിയപ്പോൾ, ബലാത്സംഗം ചെയ്തപ്പോൾ, പള്ളികൾ കത്തിച്ചപ്പോൾ, ആക്രമിച്ചപ്പോൾ അവിടെ ഈ പറയുന്ന ആക്രമിക്കപ്പെട്ടവർക്ക് ആശ്രയമായി മാറിയിരുന്നത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകളായിരുന്നു. അതുകൊണ്ട് ആ ക്ലാസ് തൽക്കാലം എടുക്കണ്ട. പിന്നെ അദ്ദേഹം ശരിയായി പറഞ്ഞൊരു കാര്യം, ഇന്ത്യയിൽ ക്രിമിനലുകൾ കൂടുന്നുണ്ട്, ക്രിമിനലുകൾ ഉണ്ട് എന്നുള്ളതാണ്. അത് ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഛത്തീസ്ഗഡ്. അവിടെയാണ് സുഭാഷ് ബാഗേൽ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ പുരോഹിതൻ ഉണ്ടായിരുന്നു. കൺവേർട്ടഡാണ് അദ്ദേഹം, ദളിത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ അടക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടില്ല. ദുല്ലാരി പഠ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ആദിവാസി യുവാവുണ്ടായിരുന്നു. അയാളുടെ ശവക്കുഴി തോണ്ടി ആ നാട്ടിലെ ഈ പറയുന്ന ഭരണകൂടത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ട് അവിടുത്തെ RSSകാർ. ചൈതി ബായ് എന്ന് പറയുന്ന ഒരു ആദിവാസി സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ ശവക്കുഴി തോണ്ടാൻ വേണ്ടിയിട്ട് കൂടെ ഉണ്ടായിരുന്ന ആരാന്നറിയോ? ഭോജരാജ് നാഗ് എന്ന് പറയുന്ന BJPയുടെ MLA ആയിരുന്നു അവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ക്രിമിനലുകൾ കൂടുന്നുണ്ട്. ഞങ്ങൾക്കറിയാം, ഗുജറാത്തിൽ പോയി നോക്കിയാൽ മതി. കഴിഞ്ഞൊരു 5 വർഷത്തിനിടയിൽ അവിടെ നിന്ന് വന്ന വാർത്തകൾ എന്തൊക്കെയാണെന്നറിയോ? IPS ഓഫീസർ, SP, തഹസീൽദാർ, എന്തിന് ഒരു കോടതി ഉണ്ടാക്കിയിട്ട് ജഡ്ജിയായിട്ട് ചമഞ്ഞിരുന്നിട്ടുള്ള വ്യാജം പോലും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എവിടെയാണ് നടക്കുന്നതെന്നും ഈ നാട്ടുകാർക്ക് അറിയാം. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ചില ക്രിമിനൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടി ഇതിൽ സൂചിപ്പിക്കാൻ തോന്നുന്നു. മറ്റു ഉള്ള ക്രിമിനൽ പ്രവർത്തനം നേരത്തെ സൂചിപ്പിച്ച് ഈ മനുഷ്യക്കടത്തിൻ്റെ ഒരു വിഷയമാണല്ലോ. മനുഷ്യക്കടത്ത് ആരാ മനുഷ്യക്കടത്ത് നടത്തുന്നത്? ഈ നാട്ടിലെ മെഷീനറിമാരാണോ? അല്ല. അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ നാടിനറിയാം. ഫാദർ സ്റ്റാൻസ്വാമി ഉൾപ്പെടെ കൊന്നു കളഞ്ഞിട്ടുള്ള അനുഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. ആരാ മനുഷ്യക്കടത്ത് നടത്തുന്നതെന്നറിയോ? ജൂഹി ചൗധരിയെ ഒരുപക്ഷെ BJPയുടെ നേതാവിന്, പ്രതിനിധിക്ക് അറിയായിരിക്കും. ജൂഹി ചൗധരിയെ ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്. 17 കുട്ടികളെ കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി നോക്കിയതിനാ. ആരാ ജൂഹി ചൗധരി? BJPയുടെ നേതാവാണ്. എന്തിനാ ഗംഗാ പാണ്ഡെയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? BJPയുടെ നേതാവായിരുന്നു. റായ്പൂരിൽ, ഇതേ ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ഒരു സ്ത്രീയെ ഈ റായ്പൂരിൽ ഈ ഛത്തീസ്ഗഡിൽ നിന്നും കടത്തിക്കൊണ്ടുപോയി അവരെ മയക്കി കടത്തിയിട്ട് ബന്ദിയാക്കി ഡൽഹിയിലേക്ക് കൊണ്ടുപോയി, ഡൽഹിയിൽ നിന്നും ഹരിയാനയിൽ കൊണ്ടുപോയിട്ട് അവിടെ വിറ്റു. അങ്ങനെ അവർ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് തിരിച്ചു വന്നതിൻ്റെ പുറത്തുണ്ടായിട്ടുള്ള കേസാണ്. ആ കേസിലെ പ്രതി BJPയുടെ നേതാവാണ്. അതുപോലെ അതുൽ ചൗരസ്യ, ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി ആരാ അതുൽ ചൗരസ്യ എന്നുള്ളത്. ഇത് ആസാമിലെ ഒരു വനിതയെ ജോലിക്ക് വേണ്ടി ഗുജറാത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടുത്തെ ഹോട്ടലിൽ വേശ്യാവൃത്തിക്ക് നിർബന്ധിച്ച് അതിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളെ BJPയുടെ നേതാവാണ്. ക്രിമിനലുകൾ കൂടുന്നുണ്ട്. BJPയുടെ പ്രതിനിധി ആ കൂടുന്നതെല്ലാം നിങ്ങളുള്ള ഇടങ്ങളിലാണ്. പരിശോധന ഛത്തീസ്ഗഡിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ.